ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പ്രിയമുള്ളവരെ, പീഡാനുഭവത്തിൻ്റെയും സഹനത്തിൻ്റെയും ഒക്കെ ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുന്ന നോമ്പുകാലമാണ് ഇത്. ഇന്ന് യേശുവിൻ്റെ കുരിശിലെ 7 വചനങ്ങൾ നമ്മൾ ഹൃദയത്തിലേക്ക് കൊണ്ടുവരും. ഒരു ദുഃഖവെള്ളിയിൽ മാത്രമല്ല, എന്നും എക്കാലത്തും മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ ധ്യാനവിഷയമാക്കാവുന്ന 7 തിരുവചനങ്ങൾ. കുരിശിലെ 7 തിരുവചനങ്ങളിലൂടെ ക്രിസ്തു ചില അടിസ്ഥാന സന്ദേശങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ആദ്യമായിട്ട് അവിടുന്ന് പറയുന്നൊരു വചനം ഇങ്ങനെയാണ്: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? നീ എന്നെ മറന്നു കളഞ്ഞു. ദൈവത്തിൻ്റെ ഉപേക്ഷ പച്ച മനുഷ്യൻ്റെ സാധാരണ അനുഭവമാണ്, അനുദിന ജീവിതത്തിലെ അനുഭവമാണ്. ഗുരുവിനേക്കാൾ വലിയ ശിഷ്യരില്ലല്ലോ, യജമാനേക്കാൾ വലിയ ഭൃത്യനുമില്ല. ഗുരുവും കർത്താവുമായവന് എൻ്റെ പിതാവ് പോലും എന്നെ മറന്നു എന്ന് ചിന്തയുണ്ടായാൽ പച്ച മനുഷ്യരായ നമുക്ക് ഇടയ്ക്കിടെ ഉണ്ടാവും ഈ ചിന്ത. ലോകത്തിൽ ദുരന്തങ്ങൾ കാണുമ്പോൾ ചിലർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ദൈവമുണ്ടോ? ദൈവം ഉണ്ടായിരുന്നെങ്കിൽ സിറിയയിൽ നിരപരാധികൾ ഇങ്ങനെ കൊല്ലപ്പെടുമോ? ദൈവമുണ്ടായിരുന്നെങ്കിൽ ഇറാഖിൽ ഈ ദുരന്തമുണ്ടാകുമോ? ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഈ വണ്ടി അപകടമുണ്ടോ? ലോകത്തിൽ നിരന്തരം മനുഷ്യൻ്റെ അനുഭവമാണ് ദൈവത്തിൻ്റെ ഉപേക്ഷ. ക്രിസ്തുവിന് ഈ അനുഭവം ഉണ്ടായത് പിതാവുമായി ഏറ്റവും അടുത്ത് കടന്ന കുരിശുമരണത്തിൻ്റെ മുഹൂർത്തത്തിലാണ്. ഒരു വ്യക്തി ദൈവത്തോട് അടുക്കുമ്പോഴും ആ വ്യക്തിക്ക് ഉണ്ടാകാവുന്ന ഒരനുഭവമാണ് ദൈവത്തിൻ്റെ ഉപേക്ഷ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളെയൊക്കെ നമ്മൾ ധ്യാനിക്കുന്ന അവസരത്തിൽ നമ്മളൊക്കെ ഓർക്കുക, ക്രിസ്തു കുരിശിൽ സഹിച്ചപ്പോൾ, ക്രിസ്തു കുരിശിൽ മരിച്ചപ്പോൾ പിതാവ് എവിടെയായിരുന്നു? ആ പിതാവ് തന്നെ ഇന്ന് ലോകത്തിൽ മനുഷ്യൻ്റെ ദുഃഖങ്ങളും ദുരന്തങ്ങളും തകർച്ചകളും ഉണ്ടാകുമ്പോൾ ആ പിതാവ് അവിടെ തന്നെയുണ്ട്. നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും അപ്പുറത്ത് പല പല കാര്യങ്ങളും സംഭവിക്കുമ്പോൾ പച്ച മനുഷ്യരായ നമ്മൾ ആ തകർച്ചയെ കണ്ട്, നൊമ്പരത്തെ കണ്ട് അസ്വസ്ഥരായി ചോദിക്കും: ദൈവമുണ്ടോ? ദൈവമില്ലേ? ദൈവം മരിച്ചില്ലേ? നിരീശ്വരവാദികൾ വിശ്വസിക്കുന്നവരെ നോക്കി പറയും: എവിടെയാണ് നിങ്ങളുടെ ദൈവം? ഉണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നു. ഒരു പ്രശ്നം സഭയിലോ സമൂഹത്തിലോ ഉണ്ടാകുമ്പം ഒരു കൂട്ടർ മാറിയെന്ന് പറയും: എല്ലാം കള്ളത്തരമാണ്, എല്ലാവരും ഇങ്ങനെയാണ്, എല്ലാവരും അങ്ങനെയാണ്. ഇങ്ങനെയൊക്കെ പറയുന്നൊരവസരങ്ങളിൽ നമുക്ക് തോന്നും ദൈവം എവിടെയെന്ന്. കാരണം നമ്മൾ അതിരുകൾക്കുള്ളിൽ നിന്ന് കാര്യങ്ങൾ കാണുമ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കാനേ എനിക്കും നിങ്ങൾക്കും പറ്റും. പക്ഷെ ദൈവം അനന്തത കാണുന്നവന് എൻ്റെ ഇന്നത്തെ മുറിവുകളിൽ, നൊമ്പരങ്ങളിൽ, ക്ഷതങ്ങളിൽ വലിയ വലിയ കാര്യങ്ങൾ ഒളിച്ചു വെക്കാനും മറച്ചു വെക്കാനും പറ്റും. അത് കുരിശിൽ കിടന്ന യേശുവിന് വ്യക്തമാകുന്നത് ഉയിർപ്പ് ഞായറാഴ്ചയാണ്. ദുഃഖവെള്ളിയുടെ സഹനത്തിൽ പറഞ്ഞു: നീ എന്നെ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ ഉപേക്ഷിച്ചോ? ഉയിർപ്പ് ഞായറാഴ്ച ഏറ്റു പറയും: ആ ദൈവം എന്നെ ഉയർത്തിയിരിക്കുന്നു, ആ ദൈവം എന്നെ ഉയർത്തിയിരിക്കുന്നു. നമുക്കുമുണ്ട് ഈ നൊമ്പരങ്ങളും വേദനകളും. തളരരുത്, തകരരുത്, ബലത്തിൽ പിടിച്ചു നിൽക്കുക. ഇത് പച്ച മനുഷ്യൻ്റെ അനുദിന ജീവിതാനുഭവമാണെന്ന് എല്ലാവരും ഓർത്തോണ്ടാൽ മതി. ദൈവം കൈവിട്ടെന്നുള്ള തോന്നൽ. പേരും പ്രശസ്തിയുള്ള ആൾ കട്ടിലിൽ തളർന്നു കിടക്കുന്ന ആരും ചുറ്റുമില്ല. തോന്നും ദൈവം പോലും കൈവിട്ടോ. എല്ലാം നന്നായിട്ട് ചെയ്തയാൾ ഒരു തകർച്ച വന്നു, പേരുദോഷമുണ്ടായി, തോന്നുന്നു ദൈവം എന്നെ കൈവിട്ടോ. സാമ്പത്തികമായി തകർച്ച വരുമ്പോൾ, മാരകമായ രോഗം വരുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കുന്നൊരു ചിന്ത കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് കുരിശിൽ കിടന്ന്: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? ദൈവം കൈവിടുന്ന അനുഭവം നമുക്കൊക്കെ ഉണ്ടാകുമെന്നും
അതിൽ തളരരുതെന്നും ഗുരുവും കർത്താവുമായവൻ്റെ കൂടെ നിന്നുകൊണ്ട് ആ സഹനങ്ങളെയും നൊമ്പരങ്ങളെയും തകർച്ചകളെയും നമ്മൾ അതിജീവിക്കണമെന്നും അഭിമുഖീകരിക്കണമെന്നും ഈ ഒരു വചനത്തിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു. ഒരിക്കലും ദൈവം ഉറങ്ങുകയല്ല, ഒരിക്കലും ദൈവം കണ്ണടയ്ക്കുന്നില്ല, ഒരിക്കലും ദൈവം നമ്മളെ പിരിയുന്നുമില്ല. നമുക്കുണ്ടാകുന്നൊരു മാനസിക അവസ്ഥ, നമുക്കുണ്ടാകുന്നൊരു ചിന്ത മാത്രമാണിത്, ദൈവം എന്നെ കൈവിട്ടു എന്ന ചിന്ത. കുരിശിൽ യേശു തുടർന്ന് മുമ്പോട്ട് പോകുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് പിന്നീട്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. തൻ്റെ 33 വർഷക്കാലത്തെ ജീവിതത്തിൽ എന്തെല്ലാം പഠിപ്പിച്ചതെല്ലാം പീഡാസഹന വേളയിൽ ക്രിസ്തു സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതായി നമ്മൾ കാണുന്നു. കർത്താവിൻ്റെ പ്രബോധനങ്ങളുടെ അടിസ്ഥാന സന്ദേശമായിരുന്നു ക്ഷമ. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പക്ഷെ ഞാൻ പറയുന്നു, നിങ്ങളങ്ങനെ ആയിരിക്കരുത്. ഒരു കരണം തടിക്കുന്നവന് മറുകരണം കാണിച്ചു കൊടുക്കുക, പീഡിപ്പിക്കുന്നവരോട് ക്ഷമിക്കുക, ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നൊമ്പരപ്പെടുന്നവർക്ക് നിരുപാധികം മാപ്പ് കൊടുക്കുക. ഇതായിരുന്നു ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളുടെ അടിസ്ഥാന സന്ദേശം. ആ പ്രബോധനം മുഴുവൻ കുരിശിൽ കാണിക്കുകയാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ, ഇവരോട് ക്ഷമിക്കണമേ. ആരോടൊക്കെയാണ് ക്ഷമിക്കേണ്ടത്? ആരോടൊക്കെയാണ് ക്ഷമിക്കേണ്ടത്? തള്ളിപ്പറഞ്ഞ പത്രോസിനോട്, ഒറ്റക്കൊടുത്ത യൂദാസിനോട്, അന്യായമായി വിധിച്ച സാൻഹദ്രീൻ സംഘത്തോടും പീലാത്തോസിനോടും, മുഖത്ത് തുപ്പിയ പട്ടാളക്കാരോട്, ചാട്ടയടിച്ച പടയാളികളോട്, മുറിപ്പെടുത്തിയ കമൻറ്റും മുറിപ്പെടുത്തുന്ന മുറിവുകളും സമ്മാനിച്ച ഒരു ജനസമൂഹത്തോട്, ഇവരോടെല്ലാം ക്ഷമിക്കണമേ. ഈ ഒരു ക്ഷമ നമ്മളും പഠിക്കേണ്ട പാഠമല്ലേ? ജീവിതത്തിൽ എത്രയോ നൊമ്പരങ്ങളാണ് ഞാനും നിങ്ങളും പലപ്പോഴായി ഏറ്റുമേടിക്കുന്നത്. എത്രയെത്ര നൊമ്പരങ്ങളും കുത്തുവാക്കുകളുമാണ് നമ്മൾ ഓരോരുത്തരും ഏറ്റുമേടിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോഴും ഒരു പ്രാർത്ഥന കൂട്ടിച്ചേർക്കണം, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഓരോ നിരപരാധിയുടെയും സഹനം, ആ സഹനത്തിന് നടുവിൽ അവൻ അല്ലെങ്കിൽ അവൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണിത്. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ. നമുക്കറിയാം, ക്രിസ്തുവിനെ ശത്രുവായി കണ്ടവരുണ്ട്, പക്ഷേ കർത്താവിന് ശത്രുക്കളില്ല. ശത്രുക്കൾ ക്രിസ്തുവിനെ കുരിശിൽ തറച്ചപ്പോൾ യേശു ശത്രുതയെ തന്നെ കുരിശിൽ വധിച്ചു. അതാണല്ലേ ക്രിസ്തു നൽകുന്ന പാഠം. അതാണ് കർത്താവിൻ്റെ കുരിശിലെ ക്ഷമ കണ്ടപ്പോഴാണ് ശതാധിപന് പോലും മാറ്റമുണ്ടായത്. വേദനയുടെ ആധിക്യത്തിൽ വേദനിപ്പിച്ചവരോടും മുറിപ്പെടുത്തിയവരോടും ഒക്കെ നിരുപാധികം ക്ഷമിക്കുന്ന ക്ഷമ കണ്ടപ്പോൾ താഴെ നിന്ന് ശതാധിപൻ പറഞ്ഞു, ഇവൻ സത്യമായും ദൈവപുത്രനാണ്, അല്ലാതെ മറ്റൊരാൾക്കത് പറ്റുകയില്ല, ഇവൻ സത്യമായും ദൈവപുത്രനാണ്. ഈ ഒരു ചിന്തയിലേക്ക് ശതാധിപൻ തന്നെ ഉയരുന്നു. യേശുവിൻ്റെ പീഡാനുഭവത്തെ ഓർക്കുന്ന ധ്യാനിക്കുന്ന നമ്മൾ വെറുതെ ധ്യാനവിഷയമായി ക്രിസ്തുവിൻ്റെ ഈ വാക്കിനെ മാറ്റാതെ ജീവിതത്തിൽ പച്ചയായ അനുഭവമാക്കി മാറ്റണം. നമുക്കൊക്കെ ഇല്ലേ ഒരുപാട് ക്ഷമിക്കാനും ക്ഷമ കൊടുക്കാനുമൊക്കെ? ക്രൂശിതനോട് ചേർന്ന് ക്ഷമ കൊടുക്കുവാൻ, ക്ഷമ ചോദിക്കുവാൻ, നിരുപാധികം ക്ഷമിക്കുവാൻ നമുക്കൊക്കെ കഴിയണം. ഒരുപക്ഷെ എന്നെ മനസ്സിലാക്കാതെ എപ്പോഴും കുറ്റപ്പെടുത്തിയ ഒരു ഭർത്താവായിരിക്കാം എൻ്റേത്. ആ ഭർത്താവിനോട് നിരുപാധികം ക്ഷമിക്കുവാൻ ഒരു ഭാര്യയ്ക്ക് കഴിയണം. എൻ്റെ അരച്ചിലും കഷ്ടപ്പാടും ആകുലയും മനസ്സിലാക്കാതെ എന്നെ നിരന്തരം കുത്തുവാക്ക് പറഞ്ഞ് പഠിച്ച് ശപിക്കുന്ന ഒരു ഭാര്യ ഉണ്ടായിരിക്കാം. അവളെ ഓർത്ത് പറയാൻ പറ്റണം, പിതാവേ, ഇവർ ചെയ്യുന്നതെന്നറിയാകിയാൽ ഇവളോട് ക്ഷമിക്കണമേ. കഷ്ടപ്പെട്ട് പഠിപ്പിച്ച മക്കൾ, മാതാപിതാക്കൾ ബാങ്കിൽ നിന്ന് ലോണെടുത്ത് നേഴ്സിങ്ങിന് പഠിപ്പിച്ച പെണ്ണ, ഭയങ്കരമായ ബാങ്ക് ലോണും പ്രാരാബ്ദവും. അവൾ ഏതോ ഒരുത്തനെ കണ്ടപ്പോൾ അപ്പൻ്റെ അമ്മയുടെയും കടമൊക്കെ മറന്നിട്ട് അവൻ്റെ പുറകെ ഓടുമ്പോൾ ഒരമ്മ നീറുന്നു, അപ്പൻ നീറുന്നു. പക്ഷേ ശപിക്കുകയല്ല, പ്രാർത്ഥിക്കണം, പിതാവേ,
എൻ്റെ കുഞ്ഞിൻ്റെ അറിവില്ലായ്മയോട് ചെയ്തതാ, അവളോട് ക്ഷമിക്കണമേ, അവനോട് ക്ഷമിക്കണമേ. ജീവിതത്തിൽ നമ്മളറിയാത്ത കുത്തുവാക്കുകൾ നമ്മളെക്കുറിച്ച് പറയുന്നവർ, എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ സഭയെ അവഹേളിക്കുന്നവർ, പൗരോഹിത്യത്തെ പരിഹസിക്കുന്നവർ, ഒരാഴ്ചത്തെ മാമാങ്കം കഴിഞ്ഞ് എല്ലാവരും ഒരു പെട്ടി പൂട്ടിപ്പോവും. ഒരാഴ്ചക്കാലം മാമാങ്കം നടത്തി സഭയ്ക്ക് പോറലേൽപ്പിച്ച് എല്ലാവരെയും അവഹേളിച്ച് കടന്നു പോകുന്നവരുണ്ട്. ഒരു മറുപടിയും പറയണ്ട, പ്രാർത്ഥിക്കണം. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ. ക്രിസ്തുവിൻ്റെ കുരിശിലെ ക്ഷമയുടെ വാക്ക് നമ്മുടെയൊക്കെ വാക്കാകണം, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ശൈലിയായിട്ട് മാറണം. അവിടുന്ന് വീണ്ടും തിരുവചനങ്ങളിലൂടെ പറയുന്നു, സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ, യോഹന്നാനെ ഇതാ നിൻ്റെ അമ്മ. കുരിശിൽ ക്രിസ്തു തൻ്റെ ബലി പൂർത്തിയാക്കുന്ന സമയത്ത് നോക്കി, എന്തെങ്കിലും കടപ്പാട് ഇനി ബാക്കിയുണ്ടോ? എന്തെങ്കിലും കടപ്പാടുകൾ ഇനി വീട്ടാനുണ്ടോ? മനുഷ്യൻ്റെ ജീവിതമെന്ന് പറയുന്നത് 4 കടപ്പാടുകളുടെ വീട്ടലുകളാണ്. ദൈവത്തോടുള്ള കടപ്പാട്, മനുഷ്യരോടുള്ള കടപ്പാട്, മാതാപിതാക്കളോടുള്ള കടപ്പാട്, പ്രകൃതിയോടുള്ള കടപ്പാട്. ഈ കടപ്പാടുകൾ മുഴുവൻ വീട്ടുമ്പോഴാണ് ഒരു മനുഷ്യജന്മം പൂർണ്ണമായിട്ട് മാറുക. ഇപ്പോൾ കുരിശിൽ കിടന്ന് യേശുവിന് തോന്നി ഒരു കടപ്പാട് ബാക്കിയുണ്ട്. അമ്മയെ വിധവയാക്കി, ഏകയാക്കി, ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോവുക. ആ കടപ്പാട് പൂർത്തിയാക്കാൻ പറയുകയാണ്, യോഹന്നാനെ ഇതാണ് എൻ്റെ അമ്മ, ഇന്നു മുതൽ നീ നോക്കിക്കോണം നിൻ്റെ അമ്മയായി ഈ സ്ത്രീയെ. മറിയത്തോട് പറഞ്ഞു, സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ. അതിലൂടെ വലിയ പാഠം പഠിപ്പിക്കുക. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ പൊക്കിൾ കൊടിയുടെയും രക്തബന്ധത്തിൻ്റെയും ഗർഭപാത്രത്തിൻ്റെയും ബന്ധങ്ങൾക്ക് അപ്പുറത്തേക്ക് വളരുന്ന ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ ഒരു പുതിയ ഗർഭപാത്രം, വിശുദ്ധ കൂദാശകളുടെ ഒരു പുതിയ പൊക്കിൾ കൊടി ബന്ധം. മറിയം പ്രസവിക്കാത്ത യോഹന്നാൻ മറിയത്തിൻ്റെ മകനാകും. മറിയത്തിൽ നിന്ന് പിറക്കാത്ത യോഹന്നാന് മറിയം തൻ്റെ അമ്മയാകും. ഇതാണ് സഭ. രക്തബന്ധമോ പൊക്കിൾ കൊടി ബന്ധമോ ഒന്നും വേണ്ട. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ഒരു സമൂഹമാകുന്നു, ഒരു പുതിയ ഗാത്രമാകുന്നു. അങ്ങനെ യോഹന്നാനെ തൻ്റെ അമ്മയെ ഏൽപ്പിച്ചു, അമ്മയ്ക്ക് യോഹന്നാനെയൊക്കെ ഏൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു ഒരു സഭയെയും ഒരു സമൂഹത്തെയും ഒരു പുതിയ ബന്ധത്തിൻ്റെയും മാനദണ്ഡങ്ങൾ കുരിശിൽ നമ്മെ പഠിപ്പിക്കുന്നു. ആ കർത്താവ് വേദനയുടെ മണിക്കൂറിലൂടെ കടന്നു പോകുമ്പോൾ അവിടുന്ന് ഒത്തിരി നൊമ്പരത്തോടെ പറയുന്ന ഒരു വാക്ക് നമ്മൾ കാണുന്നു. ഇന്ന് രാത്രി നീ എന്നോടുകൂടി പറുദീസയിൽ ആയിരിക്കും. വലതുവശത്തെ കള്ളനോട് പറയുന്ന വാക്കാണ്. ഇന്ന് രാത്രി നീ എന്നോടുകൂടി പറുദീസയിൽ ആയിരിക്കും. പറുദീസ ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യ ഭാഗമാണ്. പറുദീസ എന്ന് പറയുന്നത് എവിടെ? ദൈവവും മനുഷ്യനും കൂടി ഒരുമിച്ച് നടക്കുന്ന സ്ഥലം പറുദീസ. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന സ്ഥലം നരകം. ആദ്യ മാതാപിതാക്കൾ ദൈവത്തോടത്ത് ഉലാത്തി എന്നാണ് പറയുക. ഉൽപ്പത്തി 2-3 അധ്യായങ്ങളിൽ ആ ഉലാത്ത് നഷ്ടപ്പെട്ടു പോയി, ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയി. അവിടെ നരകം ആരംഭിച്ചു. കർത്താവ് കുരിശിൽ പറയുകയാണ്, നഷ്ടപ്പെട്ട ആദ്യ പറുദീസയുടെ സൗഭാഗ്യത്തിലേക്കാണ് മരിക്കുന്ന ഓരോ മനുഷ്യനും പോവുക. ഈ ലോകത്തിലെ ജീവിതം പൂർത്തിയാക്കി മടങ്ങുന്ന മനുഷ്യനെല്ലാം പറുദീസ അനുഭവത്തിലേക്ക് പോകും. വിട്ടവൻ വിളിക്കുമ്പോൾ, വിളിച്ചവൻ്റെ അടുക്കിലേക്ക് പോകുമ്പോൾ അവരെല്ലാം വീണ്ടും ആദ്യത്തെ പറുദീസ അനുഭവത്തിലേക്ക്, ആ സന്തോഷത്തിലേക്ക് തിരിച്ചു പോകുന്നു, കടന്നു പോകുന്നു. ഈ ചിന്ത തിരുവചനം നമുക്കായി സമ്മാനിക്കുന്നു. ഇന്ന് രാത്രി എന്നോടുകൂടി നീ പറുദീസയിൽ ആയിരിക്കും. കർത്താവിന് സംശയങ്ങളേ ഇല്ല, എല്ലാം ഉറപ്പാണ്. വേണേൽ പറയാം, വലതുവശത്തെ കള്ളം നോക്കുമ്പം കുരിശിൽ ഒരു പ്രത്യേകത കണ്ടു. നൊമ്പരപ്പെടുത്തിയവരോടും അടിച്ചവരോടും ഒക്കെ ക്ഷമിക്കുന്ന ഒരു പ്രത്യേകത. അപ്പം കള്ളനാണേലും മനസ്സിലായി, ഇവൻ ഈ ലോകത്തിലെ മനുഷ്യനല്ല, വേറെ ഏതോ ലോകത്തിൽ നിന്ന് വരുന്നതാണ്. ഈ ലോകത്തിലെ മനുഷ്യർക്ക് ഒരിക്കലും ഇതുപോലെ വിട്ടുവീഴ്ചയ്ക്കും പൊറുക്കാനും മറക്കാനും ക്ഷമിക്കാനും പറ്റുകയില്ല. ഇവൻ വേറെ ഏതെങ്കിലും ലോകത്തിൽ നിന്ന് ഇവൻ വന്നവനായിരിക്കാം. ഉടനെ പറഞ്ഞു, നീ ഏത് ലോകത്തിൽ നിന്ന് വന്നോ
ആ ലോകത്തിലോട്ട് എവിടുന്ന് ഞാൻ വന്നോ ആ ലോകത്തിലേക്ക് നീ എന്നെ സ്വീകരിക്കണം. യേശു പറഞ്ഞെന്താ, മോനെ പോയി നോക്കട്ടെ, ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ പറയാൻ പറ്റിയല്ലോ. ഒരു സംശയമില്ല, ഒറ്റ ഉറപ്പ്, ഇന്ന് രാത്രി നിശ്ചയമായും എന്നോടുകൂടി നീ പറുദീസയിൽ ആയിരിക്കും. ഇന്ന് രാത്രി നിശ്ചയമായും നീ എന്നോടുകൂടി പറുദീസയിൽ ആയിരിക്കും. കർത്താവിൻ്റെ പറുദീസ കടലിലേക്ക് പടരുന്ന മനോഹരമായ ഒരു കാഴ്ച. കുരിശിൽ 3 കൂട്ടരെ കാണാം. 1, നല്ലവനെ പോലും കള്ളനായി കാണുന്ന ഇടതുവശത്തെ കള്ളൻ്റെ ആറ്റിറ്റ്യൂഡ്. നല്ലവനായ കർത്താവിനെ പോലും അവൻ വെറും കള്ളനെ പോലെ കണ്ടു. എന്നെയും നിന്നെയും രക്ഷിക്കുക. ഒരേ ത്രാശിൽ അവൻ ക്രിസ്തുവിനെയും അവനെയും അളക്കുക. അവനും കർത്താവ് ഒരുപോലാണോ? കള്ളനും ദൈവം ഒരുപോലാണോ? പക്ഷെ അവൻ കർത്താവിൽ പോലും ഒരു കള്ളനെ കണ്ടുള്ളൂ. അത്രയും വളർന്നവരുണ്ട്, ഇന്നുമുണ്ട്. എന്തിലും കുറ്റം, സഭയിൽ കുറ്റം, പൗരോഹിത്യത്തിൽ കുറ്റം, കൂദാശകളിൽ കുറ്റം, എന്തിനും കുറ്റം പറയുന്ന ഇടതുവശത്തെ കള്ളന്മാർ ഇന്ന് സഭയിലും ലോകത്തിലും ഒരുപാട് വളരുന്നുണ്ട്. ഏത് നല്ലവരെയും കള്ളനാക്കി കാണും. എല്ലാ നല്ലവരെയും ഒരു കൊച്ചു സംഭവത്തിന് പേരിൽ കള്ളനായി മുദ്ര കുടിക്കുന്ന ഇടതുവശത്തെ കള്ളന്മാർ ഇന്ന് ലോകത്തിൽ പെരുകി വരുന്നു. 2, വലതുവശത്തെ കള്ളൻ. വലതുവശത്തെ കള്ളൻ സ്വന്തം തെറ്റും തിരിച്ചറിഞ്ഞു, അവരുടെ നന്മയും തിരിച്ചറിഞ്ഞു. അവൻ പറയുകയാണ്, നീയും ഞാനും ഇത് അർഹിക്കുന്നതാ, പക്ഷെ ഇവൻ വിശുദ്ധനാ, ഇവനിത് അർഹിക്കുന്നതല്ലല്ലോ. ഈ തിരിച്ചറിവ് നമുക്കും വേണം. എന്തെങ്കിലും കമൻറ്റുകളും വിമർശനങ്ങളും നടത്തുമ്പം ആദ്യം സ്വന്തം തെറ്റ് തിരിച്ചറിയുക, എന്നിട്ട് മറ്റുള്ളവരുടെ നന്മയും തിരിച്ചറിയുക. സ്വന്തം തിന്മയും അറിയുക, അവരുടെ നന്മയും അറിയുക. ഇനി 3, ക്രൂശിതൻ്റെ ശബ്ദം. കള്ളനിൽ കൂടി നല്ലവനെ കാണും. കള്ളനിൽ പോലും നല്ലവനെ കാണുന്ന ആ കർത്താവിൻ്റെ ശബ്ദം, നീ എന്നെ രാത്രി എന്നോടുകൂടി പറുദീസയിൽ ആയിരിക്കും എന്ന തിരിച്ചറിവ്. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്കൊരു പറുദീസ വാഗ്ദാനം ചെയ്യും. അതനുഭവിക്കാൻ ഒറ്റ വ്യവസ്ഥയേ ഉള്ളൂ, നിരുപാധികം പശ്ചാത്തപിക്കുക. എത്ര വലിയ തെറ്റും പറ്റിക്കോളൂ, നിരുപാധികം പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ അവൻ അവൻ്റെ പറുദീസ നമുക്കായി തരും. അതാണ് വലതുവശത്തെ കള്ളനോട് പറയുന്ന വാക്ക്, ഇന്ന് രാത്രി നിശ്ചയമായും നീ എന്നോടുകൂടി പറുദീസയിൽ ആയിരിക്കും. 5 കുരിശിൽ നിന്നും മറ്റൊരു വചനം മുഴങ്ങുന്നു, എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. കർത്താവിന് ഒരു ദാഹമുണ്ടായിരുന്നു. ശരീരത്തിൽ ഒരു ദാഹം തീർച്ചയായിട്ടും കുരിശ് തൂങ്ങിക്കിടക്കുമ്പോൾ അവിടുന്ന് അനുഭവിച്ചിട്ടുണ്ട്. ഒപ്പം മറ്റൊരു ദാഹം കൂടി കർത്താവിനുണ്ട്, ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം, സ്വയം കൊടുത്തു തീർക്കാനുള്ള ദാഹം, മനുഷ്യനെ നേടുവാനുള്ള ദാഹം. ഈ കുരിശിലെ ദാഹം നമുക്കും വേണം. എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി എന്നെ തന്നെ കൊടുത്തു തീർക്കുവാനുള്ള ദാഹം, എൻ്റെ ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും വേണ്ടി കൊടുത്തു തീർക്കുന്ന ദാഹം, സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി കൊടുത്തു തീർക്കാൻ ദാഹം പുരോഹിതരിൽ, സന്യാസികളിൽ ഉണ്ടാകണം. ഒരിക്കലും അലസലായിരിക്കരുത്, മന്ദതയുണ്ടായിരിക്കരുത്, മരവിപ്പുണ്ടായിരിക്കരുത്, ഉറങ്ങിത്തീർക്കരുത്, നിദ്രാഭാരമുള്ള കണ്ണുകളുമായി നമ്മൾ വീഴരുത്. നമ്മൾ ശരിക്കും കൊടുക്കേണ്ടവർ ഉറങ്ങുമ്പോഴാണ് അന്ധകാരശക്തികൾ ഉണരുന്നത്. ശിഷ്യന്മാർ ഉറങ്ങിയപ്പോഴാണ് ശത്രുക്കൾ അവനെ ബന്ധിക്കാനായിട്ട് വരിക. സഭ ഉറങ്ങുമ്പോൾ ലോകത്തിലെ ശക്തികൾ ഉയർത്തെഴുന്നേൽക്കും. നമ്മൾ ഉറങ്ങുമ്പോഴാണ് നമ്മളിലേക്ക് നമ്മുടെ ശത്രുക്കൾ മറ്റും കടന്നു വരിക. കൊടുത്തു തീർക്കാനുള്ള ദാഹം, സ്വയം മുറിച്ചു തീർക്കാനുള്ള ദാഹം, എനിക്ക് ദാഹിക്കുന്നു. വീണ്ടും ക്രിസ്തുവിൻ്റെ 6 വാക്ക്, പിതാവേ, നിൻ്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു, നിൻ്റെ കരങ്ങളിൽ എൻ്റെ പ്രാണനെ ഞാൻ വെടിയുന്നു. ക്രിസ്തുവിൻ്റെ കുരിശിൽ 3 മരണാനുഭവങ്ങൾ യേശുവിന് ഉണ്ടായിരുന്നു. 1, മാനസിക മരണം. അവൻ രക്തം വിയർത്തു. മനപ്രയാസത്തിൽ, അവഹേളനത്തിൽ, മനസ്സിൻ്റെ മുറിവിൽ അവൻ രക്തം വിയർക്കുന്ന മാനസിക മരണം. 2, ആത്മീയ മരണം. ദൈവം ഇല്ലേ എന്ന് തോന്നിപ്പോയി, ദൈവം കൈവിട്ടോ എന്ന് തോന്നിപ്പോകുന്ന
ഒരു ആത്മീയ മരണം. 3, ഒരു ശാരീരിക മരണം. അവൻ പ്രാണനെ വെടിഞ്ഞു. അവൻ പ്രാണനെ വെടിയുന്നു. കർത്താവിന് കുരിശ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡയമെൻഷനിൽ തറച്ച 2 തടിക്കഷ്ണങ്ങളല്ല. പിന്നെയോ കുരിശ് പിതാവായ ദൈവം വിരിച്ചു പിടിച്ച കരങ്ങളായിരുന്നു. ക്രിസ്തുവിൻ്റെ കുരിശ് പിതാവായ ദൈവം വിരിച്ചു പിടിച്ച കരങ്ങളാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുരിശുകളെ നമ്മൾ ശല്യമായും ശാപമായും ശത്രുവായും കാണും. പക്ഷെ ദൈവത്തോട് ചേർന്നിരിക്കുന്നവർക്ക് കുരിശ് ദൈവം വിരിച്ചു പിടിച്ച കരങ്ങളാണ്. തകർച്ചയിലും നൊമ്പരങ്ങളിലും എന്തൊരു കുരിശ് എന്ന് പറയുന്നവരുണ്ട്. ക്യാൻസർ വന്നു, കുരിശ്. കടബാധ്യത വന്നു, കുരിശ്. സൽപ്പേര് തകർന്നുപോയി, കുരിശ്. എന്തിലും ഏതിലും കുരിശേന്ന് പറഞ്ഞ് അസ്വസ്ഥരാകുന്നവരുണ്ട്. പക്ഷേ ആ പറച്ചിലിനപ്പുറത്തേക്ക് ആ തകർച്ചയിൽ നൊമ്പരങ്ങളിൽ കുരിശിൽ ക്രൂശിതനായ മിശിഹായെ കണ്ടെത്താൻ പറ്റുക. അതാണ് ദൈവം വിരിച്ചു പിടിച്ച കരങ്ങളായി സഹനത്തെ കാണുന്ന രീതി. ദൈവം വിരിച്ചു പിടിച്ച കരങ്ങളായി ഓരോ സഹനത്തെയും കാണുക. ആ സഹനത്തിൻ്റെ നടുവിൽ ദൈവകരങ്ങളിലാണ് ഞാൻ. അമ്മയുടെ മടിയിൽ കിടക്കുന്ന കുഞ്ഞിനെ പോലെ, അമ്മയുടെ ഒക്കത്തിരിക്കുന്ന കുഞ്ഞിനെ പോലെ ദൈവപക്ഷത്തും ദൈവകരങ്ങളിലുമാണ് നമ്മുടെ ജീവിതമെന്ന് സകല നിമിഷങ്ങളിൽ തിരിച്ചറിയാൻ നമുക്ക് കഴിയുക. അതാണ് ക്രിസ്തുവിൻ്റെ വാക്ക്, പിതാവേ നിൻ്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. 7ാമത് കുരിശിൽ ഉയരുന്ന വാക്കാണ് എല്ലാം പൂർത്തിയായിരിക്കുന്നു. എല്ലാം പൂർത്തിയായിരിക്കുന്നു. എന്താണ് പൂർത്തിയായിരിക്കുന്നത്? എന്തെല്ലാം കാര്യങ്ങൾ ബാക്കിയുണ്ട്? ആരംഭിച്ചതല്ലേ ഉള്ളൂ. വെറും 33 വയസ്സല്ലേ ഉള്ളൂ. എന്നാ പൂർത്തിയായി? ഏതാനും കുരുടന്മാർ കണ്ടു കാണും, ഏതാനും ചെകിടന്മാർ കേട്ട് കാണും, കുറേ മുടന്തർ ഓടിയിട്ടുണ്ട്, 2 or 3 പേർ ഉയർത്തിട്ടുണ്ട്. എത്രയെല്ലാം ബാക്കി കിടക്കുന്നു. അത്രയൊക്കെ ബാക്കി കിടക്കുമ്പോഴും കർത്താവിൻ്റെ വാക്കാണ് എല്ലാം പൂർത്തിയായിരിക്കുന്നു. ജീവിതത്തിൽ നമുക്കൊക്കെ പറയാൻ പറ്റണം എല്ലാം പൂർത്തിയായിരിക്കുന്നു. 2 രീതിയിൽ നമുക്ക് എല്ലാം പൂർത്തിയായി എന്ന് പറയാൻ പറ്റും. ഒരു കച്ചവടക്കാരൻ കുരുമുളക് മേടിക്കുന്നവൻ, ഏലക്ക മേടിക്കുന്നവൻ, ഷീറ്റ് മേടിക്കുന്നവൻ, ഒട്ടുപാല് മേടിക്കുന്നവൻ എല്ലാം മേടിച്ച് ഒരു ദിവസം കഴിയുമ്പോൾ പറയും ഇന്നത്തേതെല്ലാം പൂർത്തിയായിരിക്കുന്നു. മേടിച്ച് പൂർത്തിയായിരിക്കുന്നു. ഇനിയുണ്ട് ഒരു ഐസ്ക്രീം കച്ചവടക്കാരൻ. അവൻ എല്ലാം വിറ്റ് കഴിയുമ്പോൾ അവനും പറയാം എല്ലാം കൊടുത്ത് പൂർത്തിയായിരിക്കുന്നു. നമുക്കൊരിക്കലും മേടിച്ച് പൂർത്തിയാക്കാൻ പറ്റുകയില്ല. എത്ര കിട്ടിയാലും പോരാ എന്നുള്ള ആർത്തി നമുക്കുണ്ട്. ദാഹം ശമിപ്പിക്കാൻ വേണ്ടി ഉപ്പുവെള്ളം കുടിച്ച് ദാഹം ശമിക്കാൻ പറ്റുമോ? ഇതുപോലെയാണ് ലോകത്തിൽ എന്തുകൊണ്ട് കിട്ടിയാലും നമുക്ക് പൂർത്തിയാകുകയില്ല. പക്ഷെ കൊടുത്ത് പൂർത്തിയാക്കാം. ചായക്കടയിലെ പലഹാരം മുഴുവൻ വിറ്റ് കഴിയുമ്പോൾ പൂർത്തിയായി. ബേക്കറി ഐറ്റം വിറ്റ് കഴിയുമ്പം പൂർത്തിയായി. കൊടുത്ത് പൂർത്തിയാക്കുക. 33 വർഷക്കാലം തന്നെ ഏൽപ്പിച്ചതെല്ലാം അവൻ കൊടുത്ത് പൂർത്തിയാക്കി. ഇനി ഒന്നും ബാക്കിയില്ല. എല്ലാം കൊടുത്ത് പൂർത്തിയാക്കി. ജീവിതത്തിൽ കൊടുത്ത് പൂർത്തിയാക്കാൻ നമുക്ക് പറ്റണം. ഈശോ അങ്ങനെ കൊടുത്തു തീർത്തു. നമുക്ക് നൽകപ്പെട്ട ഒരായുസ്സേ ഉള്ളൂ. അതിൽ നമുക്ക് നൽകപ്പെട്ട കുറച്ച് സമയങ്ങളുണ്ട്. ആ സമയങ്ങൾ കൊണ്ട് ഏൽപ്പിച്ചതെല്ലാം കൊടുത്ത് നമ്മൾ പൂർത്തിയാക്കണം. ആർക്കാണ് ശരിക്കും പറയാൻ പറ്റുക എല്ലാം പൂർത്തിയായെന്ന്? നൽകപ്പെട്ട ആ സമയത്തിനുള്ളിൽ ഏൽപ്പിക്കപ്പെട്ട ജോലികൾ വിശ്വസ്തയോടെ തന്നവർക്ക് പറയാം എല്ലാം പൂർത്തിയായിരിക്കുന്നു. 33ാമത്തെ വയസ്സിൽ ക്രിസ്തു പറഞ്ഞു എല്ലാം പൂർത്തിയായി. 44ാമത്തെ വയസ്സിൽ 2ാം ക്രിസ്തുവെന്ന ഫ്രാൻസിസ് അസീസി പറഞ്ഞു എല്ലാം പൂർത്തിയായി. മഹാത്മാഗാന്ധി നദറാം ഗോസയുടെ വെടിയുണ്ടേറ്റ് വീണപ്പോഴും പറഞ്ഞു എല്ലാം പൂർത്തിയായി. ഫാദർ ഡാമിയൻ കുഷ്ഠം ബാധിച്ചു കിടന്ന് പളയുമ്പോഴും പറഞ്ഞു എല്ലാം പൂർത്തിയായി. മദർ തെരേസ ജീവിത തകവിൽ മരിക്കുമ്പോഴും പറഞ്ഞു എല്ലാം പൂർത്തിയായി. ഒരപ്പന് അമ്മയ്ക്ക് മരിക്കാൻ നേരത്തെ ഈ ഭൂമിയിൽ ഒന്നും ബാക്കി വെക്കരുത്. ഒരിക്കലും പറയരുത് അല്പം കൂടി നന്നായിട്ട് ജീവിച്ചെങ്കിൽ
സ്വല്പം കൂടെ മെച്ചപ്പെട്ട അപ്പനാകാമായിരുന്നു, അമ്മയാകാമായിരുന്നു, ഭർത്താവാകാമായിരുന്നു, ഭാര്യയാകാമായിരുന്നു, അച്ഛനാകാമായിരുന്നു, സിസ്റ്ററാകാമായിരുന്നു. അങ്ങനെ ദുഃഖത്തോടെ നമ്മൾ വിട പറയരുത്. ഖേദിക്കുന്ന ഭൂതകാല സ്മരണകൾ നമുക്ക് ബാക്കിയുണ്ടാകരുത്. ഏൽപ്പിച്ച ദൗത്യങ്ങൾ വിശ്വസ്തയോടെ പൂർത്തിയാക്കുക, നന്മയോടെ ജീവിക്കുക, ജീവിച്ച് ജീവിതത്തിൻ്റെ ഓട്ടം പൂർത്തിയാവുക. അങ്ങനെയുള്ള മനുഷ്യമുഖത്തൊരു പ്രകാശമുണ്ട്, കൊടുത്ത് തീർത്തതിൻ്റെ പ്രകാശം, ഒന്നും തനിക്ക് വേണ്ടി ബാക്കി വെക്കാത്തതിൻ്റെ പ്രകാശം, എല്ലാം കൊടുത്ത് തീർത്തല്ലോ എന്നുള്ള സംതൃപ്തി. ആ സംതൃപ്തിയില്ല കാരണവന്മാർ മരിക്കാൻ കിടക്കുമ്പം പറയും, ഈശോ മറിയ യോസേപ്പേ, എൻ്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ, എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ. സന്തോഷത്തോടെ പറഞ്ഞ് ലോകത്തോട് യാത്ര പറഞ്ഞ് വിട പറഞ്ഞ് പോകുന്നവരെ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ജീവിതം ഒരു യാത്രയാണ്. കുരിശിലെ 7 തിരുവചനങ്ങൾ ഓരോ ദിവസവും നിങ്ങളും ഞാനും ജീവിക്കുന്നതാണ്. നിങ്ങളുടെ എൻ്റെയും ജീവിതത്തിൻ്റെ അനുഭവമാണ്. ഈ തിരുവചനങ്ങൾ അർത്ഥപൂർണമായി ജീവിക്കുവാനും അത് ലോകത്തിന് കൊടുക്കുവാനും, അങ്ങനെ കൊടുത്ത് നന്മയിലും വിശുദ്ധിയിലും വ്യാപരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വ്യക്തിത്വങ്ങളാകുവാനും നല്ലവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നു. ആ കൃപയിൽ ജീവിക്കുവാൻ, ആ കൃപയിൽ വ്യാപരിക്കുവാൻ ക്രൂശിതനായ ക്രിസ്തുവും അവൻ്റെ 7 തിരുമൊഴികളും നമ്മളെ ശക്തിപ്പെടുത്തട്ടെ, നമ്മളെ ബലപ്പെടുത്തട്ടെ. ക്രൂശിതനായ കർത്താവിനോട് ചേർന്ന് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, മനുഷ്യ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി മനുഷ്യരെ വീണ്ടെടുക്കുവാൻ മനുഷ്യനായി നീ പിറക്കുകയും കാൽവരി കുരിശിൽ ഒരു ഹോമബലിയായി സ്വയമർപ്പിക്കുകയും ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ജീവൻ്റെ നാഥനായി അങ്ങ് പിതാവിന് മുമ്പിൽ ഒരു നിത്യബലി ആവുകയും ചെയ്തു. ഞങ്ങളുടെ ജീവിതമാകുന്ന യാത്രയിൽ നിരവധി കുരിശുകളുമായി ഞങ്ങൾ ഏറ്റുമുട്ടും. ഓരോ കുരിശും വരുമ്പോൾ കുരിശിൽ നീ മുഴക്കിയ തിരുവചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉയരട്ടെ. നിൻ്റെ മാതൃകയിൽ ഞങ്ങൾ ജീവിക്കട്ടെ. അങ്ങനെ ജീവിച്ച് മഹത്വത്തിൻ്റെ കിരീടമണിയുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തനാകണമേ. ക്രൂശിതനായ ക്രിസ്തുവേ, നിൻ്റെ അനുഗ്രഹവും ആശീർവാദവും നിൻ്റെ ആണി പഴുതുകൾ വീണ കരങ്ങൾ നീട്ടിപ്പിടിച്ച് ഞങ്ങളുടെ മേൽ ഭക്ഷിക്കണമേ. ഈശോ മിശിഹായെ, ഞങ്ങളങ്ങനെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ആമേൻ.